ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ആൽമരം നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ നട്ടിരിക്കുന്നതാണ്. എന്നാൽ ഇത് നട്ടിരിക്കുന്നതല്ല, ഈ ഒരു 2 എൽബോയുടെ അകത്ത് നിന്ന് പൊടിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്ത് പകരം പുതിയ പൈപ്പ് ഇടുന്നതെന്ന് കാണിക്കുന്നതാണ്. എല്ലാവർക്കും അതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വേര് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഷെയ്ഡിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ വേര് ഏറ്റവും, അതായത് 3 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ നില വരെ വേര് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ കട്ട് ചെയ്ത് ആണ് നമ്മൾ ആ വേര് വലിച്ചൂരി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൈപ്പ് മൊത്തത്തിൽ മുഴുവനായിട്ട് മാറ്റേണ്ടി വരും. അതൊരു വലിയൊരു വർക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്ത് മുകളിലത്തെ ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഈ വേര് ഊരിയെടുക്കാനുള്ളത് നമുക്ക് അങ്ങോട്ട് പിടിച്ചോണ്ടു ഇത് ഏകദേശം ഒരു 10 മീറ്ററോളമുള്ള പൈപ്പാണ്. 10 മീറ്ററോളം പൈപ്പ് നിറച്ച് ഇത്തരത്തിൽ വേരാണ്. അപ്പോൾ ഇതിന് താഴോട്ടും വേരുണ്ട്. അപ്പോൾ ഇത് മണ്ണിനടിയിൽ എങ്ങോട്ടോ പോകുന്നു, പഴയ ടാങ്കിലോട്ടോ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ അത് നമ്മളവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് വേറെ പൈപ്പിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേര് തന്നെ വീണ്ടും മുകളിലോട്ട് കയറാൻ സാധ്യതയുള്ളതിന് നമുക്ക് താഴോട്ട് കൊടുക്കാതെ ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന് ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം നമുക്കത് ക്ലിയർ ചെയ്ത്, അതായത് ചുടുകല്ലാണ് അത്. ഇപ്പോൾ ഈ ഒരു ഭാഗം അത് ക്ലിയർ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്, അതായത് നല്ല തടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം മെഷീൻ അടിച്ചാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നേരത്തെ ഷെയ്ഡിൻ്റെ താഴെ വരെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ വെട്ടുകത്തിക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെട്ടുകത്തിക്കൊന്നും കട്ടാവുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വേര് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അവിടെ പോയില്ലേ പൈപ്പ് താണാണ് പോയി അപ്പം നമ്മളതിൻ്റെ താഴെയുള്ള വേര് പൂർണ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ചുമരിലുള്ള ഭാഗങ്ങളുണ്ട്. ചുമരിലുള്ള കുറച്ച് വേരിൻ്റെ അംശങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ അകത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ മാക്സിമം എടുക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ എടുക്കണം. കാരണം ഈ ബ്ലാസ്റ്റ് ചെയ്തേക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പൊട്ടിച്ചായിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാന്തിൽ എന്തെങ്കിലും ഇതിൻ്റെ അംശമോ അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലും കൊണ്ട് ഇടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ വേരിൻ്റെ ഒരു ചെറിയൊരു നേർത്ത നാരായിരിക്കും അത് പിന്നീട് വലിയൊരു വൃക്ഷമായിട്ടൊക്കെ മാറാൻ സാധ്യത അത്തരത്തിലായിരിക്കണം. പിന്നെ ഇത് അല്ലാത്ത ഏതെങ്കിലും രീതിയിലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഇത് ഒരു ആൽമരമായതുകൊണ്ട് തന്നെ ചെറിയൊരു ഈർപ്പം മതി അതിന് വളരാനുള്ള. ആൽമരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ചെറിയൊരു ഈർപ്പം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി മാക്സിമം അത് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വർക്ക് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്